ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് ഒരു അപ്ഡേറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ് എന്തായാലും ഈ വേൾഡ് കപ്പ് അർജൻറ്റീന കിട്ടിയിട്ടില്ല. സ്പെയിൻ ഡിസേർവിങ് തന്നെയായിരുന്നു, നല്ല മാച്ച് തന്നെയായിരുന്നു. സ്പെയിൻ നന്നായിട്ട് തന്നെ കളിച്ചു. ഗൈസ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഫൈനൽ നടത്തിയില്ലായിരുന്നു. യുദ്ധമൊക്കെ ആയതുകൊണ്ട് അത് മാറ്റി വെച്ചായിരുന്നു. മേ ബി അത് നവംബറിലോട്ടാക്കുമെന്നൊരു റൂമർ വന്നിട്ടുണ്ട്. കൺഫർമേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നവംബറിലോട്ട് ആക്കാനാണെന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ്. നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നല്ല വാശിയേറിയ മാച്ച് തന്നെയായിരിക്കും. കാരണം അർജൻറ്റീന തോറ്റു. അവർ പ്രൂവ് ചെയ്യാനുണ്ട് ഇനി സ്പെയിനെ തോൽപ്പിക്കാനുള്ള ടീമുണ്ടെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. സ്പെയിൻ നന്നായിട്ട് തന്നെ കളിച്ചു. അർജൻറ്റീന ഫുള്ള് ബാക്കായിട്ട് കളിക്കുമായിരുന്നു. 10-12 ഗോൾ കയറിയേനെ. എമ്മി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ മേ ബി മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കും. ഇതുവരെ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല റിട്ടയറിൻ്റെ. ചിലപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ കാണും, ഇല്ലേ കാണത്തില്ല, അങ്ങനെയാണ്. എന്തായാലും ഫൈനലുമേ ഉണ്ട്. സൂപ്പർ മാച്ച് തന്നെയായിരിക്കും. നേരത്തെ ഒരു വേൾഡ് കപ്പിൽ സ്പെയിനും അർജൻറ്റീനയും ജർമ്മനിയും ഫൈനൽ വന്ന ആ വേൾഡ് കപ്പിൽ അർജൻറ്റീന തോറ്റായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞപ്പം ജർമ്മനിയായിട്ട് അർജൻറ്റീനയ്ക്ക് ഒരു ഫ്രണ്ട്ലി മാച്ച് വന്നായിരുന്നു. ആ കളി അർജൻറ്റീന 4-2 ജയിച്ചു. ഇനി അതുപോലെ വല്ലതും ഫൈനലിൽ ജയിക്കുമല്ലോ എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താരെ കമൻറ്റ് ചെയ്യണേ ഗൈസ്. കഴിഞ്ഞ ദിവസത്തെ കളിയാണോ ഉറപ്പായിട്ടും തോക്കും. ഒരു 5 ഗോളേലും കിട്ടും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താരെ കമൻറ്റ് ചെയ്യണേ. പിന്നെ റോഡ്രി ഗോൾഡൻ ബോൾ ഡിസേർവ് ആണോ എന്നും കൂടെ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത് മെസ്സിക്ക് കൊടുക്കേണ്ടതായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താരെ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ബൈ സ്റ്റാൻസ് വാച്ചിങ്.